ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊട്ടുകടലയാണ് അത് ഇട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. നല്ലതായിട്ട് ചെവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് ചുവന്ന് വന്നാൽ മാത്രം മതി. ഇത്രയും മതി. ഇനി ഇതിനെ നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുത്താണ്. അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുക. സവാള വഴണ്ടി വരാൻ കണക്കാക്കിയുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം അപ്പോഴപ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണമാണ്. ഒരു നുള്ളു മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി പൊടിയിലെല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 3 തക്കാളിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അടച്ചു വയ്ക്കാം. നേരത്തെ വറുത്തെടുത്ത പൊട്ടുകടലയെ നമുക്ക് ഒരു മിക്സി ജാറിലിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. സവാളയൊക്കെ നല്ലതായിട്ട് വശക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആ പൊട്ടുകടലയെ കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇനി ബാക്കിയുള്ളതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനെ കലക്കിയെടുക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നേരത്തെ അടിച്ചെടുത്ത് അതിനെയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് തിളക്കിനും. നല്ല ഒരു ഉള്ളി തക്കാളി കുറുമയാണ്. കിഴങ്ങ് കറി വയ്ക്കുമ്പോൾ നല്ല കുറുകുറായിരിക്കുമല്ലോ, അതുപോലത്തെ ഒരു നല്ല കൊഴുകൊഴുത്ത കളിക്കറിയാണ് ഇത്. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.